ഇപ്പോൾ MLA നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. MLA, ഈ സംഭവം എന്താണ്? അങ്ങ് അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? അതെ, തീർച്ചയായിട്ടും. പാങ്ങോട് പഞ്ചായത്തിൽ അവിടെ ഒരു പഞ്ചായത്ത് വാർഡിൽ ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട്, പുലിപ്പാറ. ശരി. പോകുന്ന സന്ദർഭത്തിൽ ഇലക്ഷൻ തീരുന്ന സമയത്താണ് അവിടെ കൊച്ചുപള്ളിയുടെ സമീപത്ത് ഒരു വയസ്സായ സ്ത്രീ മരിച്ചു കിടക്കുന്നതായിട്ട് വാർത്ത കിട്ടിയത്. ഞാൻ ഉടൻ തന്നെ അവിടെ പോയി. അപ്പോ തലയിടിച്ച് വീണ്, അപ്പൊ പോലീസെല്ലാം ഉണ്ട്, തലയിടിച്ച് വീണു എന്നുള്ളതാണ് വാർത്ത കിട്ടിയത്. അപ്പൊ അതിന്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനും എൻക്വയറിക്കൊക്കെ വേണ്ടി പോലീസ് അവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വെഞ്ഞാറമൂടിലേക്ക് മുതുകുള വഴി വരുമ്പോ ബൈക്ക് വെച്ചാണ് പേരുമല ഈ ഉമ്മയെയും അനുജനെയും പിന്നെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ആരാണെന്ന് നമുക്ക് നാട്ടുകാർക്കൊന്ന് തിരിച്ചറിഞ്ഞുകൂടാ. ഈ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം വെട്ടി 2 പേര് മരണപ്പെട്ടു, ഒരാൾ മരണത്തോട് അടുത്ത് നിൽക്കുകയാണ്, ഉമ്മ. അതിനുശേഷം ഇയാളെ പോലീസ് സറണ്ടർ ചെയ്തെന്നാണ് വിവരം അറിഞ്ഞത്. ഇയാൾ പറയുന്നതെന്നാണ് ഈ കൊലപാതകങ്ങളെല്ലാം വെളിച്ചത്ത് വന്നത്. ഇപ്പോ പൂനമേങ്, അത് എന്റെ കോൺഷ്യൻസി തന്നെയാണ്, അവിടെ ഞാൻ എത്തിയിട്ടില്ല. അവിടെ 2 പേരെ, ഒരു മിലിറ്ററി എക്സ് മിലിറ്ററിക്കാരനെയും അയാളുടെ വൈഫിനെയും, ഇവന്റെ ക്ലോസ് റിലേറ്റീവ്സ് ആണ് അതും, അവരെയും തലക്കടിച്ച് അവർ മരണപ്പെട്ടു. ശ്രീ മുരളി, ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്നുള്ളതിൽ എന്തെങ്കിലും ഒരു പ്രാഥമിക നിഗമനമുണ്ടോ? ഒന്നുമില്ല. ഇയാളിപ്പോ സ്റ്റേഷനിൽ സറണ്ടർ ചെയ്തു. അയാള് എലിവിഷൻ കഴിച്ചു എന്ന് അയാൾ പോലീസിനോട് മൊഴി കൊടുത്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അയാൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. മറ്റ് കാര്യങ്ങളൊന്നും വെളിപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇനി അത് അന്വേഷിച്ചാൽ മാത്രമേ. പോലീസ് വിജിലന്റായിട്ട് എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. ഇതിന്റെ മോട്ടീവ് എന്താണെന്നുള്ളത് ഇനി മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ശ്രീ മുരളി, ഈ അഫാന്റെ ഒരു പശ്ചാത്തലം സംബന്ധിച്ച് എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമാണോ? ഗൾഫിലാണ് അവര്, കുടുംബസമേതം കുറച്ചു കാലം ഗൾഫിലായിരുന്നു. പിന്നെ ഇവിടെ വരികയാണ് ചെയ്തത്. ഒരു നല്ല ആരോഗ്യവും ശരീരപുഷ്ടിയും ഒക്കെ ഉള്ളൊരു പയ്യനാണ് അയാൾ അനുജനും നല്ല ഇതാണ്. വേറെ എന്തെങ്കിലും ഇയാളെ സംബന്ധിച്ചൊരു വാർത്തയോ മുൻപെന്തെങ്കിലും ഉള്ള ഇൻസിഡന്റോ എന്നും നാട്ടുകാർക്കറിയില്ല. അയാളുടെ ഒരു മാമ സംസാരിക്കുന്നത് അയാളൊരു പ്രശ്നക്കാരനായി വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു ബഹളവും അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഇതിന്റെ മോട്ടീവെല്ലാം ഇനി അയാളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കണമെങ്കിലേ വെക്കൂ, അന്വേഷണത്തിലൂടെ മനസ്സിലാക്കണമെങ്കിൽ പറ്റൂ. ഒരു പ്രാഥമിക വ്യക്തമായൊരു നിഗമനത്തിലെത്താൻ തക്കുന്ന ഒരു ക്ലൂ കിട്ടിയിട്ടില്ല. ഇപ്പോൾ അഫാൻ എവിടെയാണ് ഉള്ളതെന്നാണ് അങ്ങേക്ക് അറിയാൻ കഴിയുന്നത്? പോലീസ് സ്റ്റേഷനിലാണോ അതോ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചോ? പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇയാൾ വിഷം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് കിട്ടിയ വിവരം. ഈ പ്രതി വളരെ ശാന്തനായി വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നോ? ഒരു ആക്ച്വൽ പിക്ചർ കീഴടങ്ങി എന്നുള്ള വാർത്ത മാത്രമേ ഇപ്പോൾ ലഭ്യമാകുന്നുള്ളൂ. അതിന്റെ ഒരു മറ്റു സ്വഭാവമൊക്കെ പോലീസിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അങ്ങിപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? ഞാൻ ഈ പേരുമല സംഭവ സ്ഥലത്ത് നിൽക്കുകയാണ്. ഇപ്പൊ അവിടുത്തെ ഒരു സാഹചര്യം എത്തരത്തിലാണ്? അവിടെ നാട്ടുകാരുടെ ഒക്കെ ഒരു പ്രതികരണം എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണല്ലോ ഇത്. വലിയ ആൾക്കൂട്ടമുണ്ട്, പോലീസിന്റെ സാന്നിധ്യമുണ്ട്, മറ്റു കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇവരുമായി ബന്ധപ്പെട്ട് ഈ വേറെ തരത്തിൽ നാട്ടുകാർക്കൊന്നും വേറെ ഉപദ്രവങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനൊരു ഇതില്ല. ഇയാളെ സംബന്ധിച്ച് ഇത്രയും ക്രൂരത എന്തുകൊണ്ട് കാണിക്കുന്നു എന്നുള്ളതിന് ഒരു ഊഹവുമില്ല. നോക്കൂ, ഒരു ദിവസം 6 പേരെയാണ് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ 5 പേരും മരണമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ DK മുരളി. അദ്ദേഹം അവിടെ സ്ഥലം MLA ആണ്. എന്താണെങ്കിലും വലിയ രീതിയിൽ നാടിനെ നടുക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വെഞ്ഞാറമൂട്ടിൽ ക്രൂര കൊലപാതകം ഉണ്ടായിരിക്കുന്നു. അഫാൻ എന്ന 23-കാരനാണ് 6 പേരെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. അതിൽ 2 പേരുടെ മരണം സംഭവിച്ചതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി MLA സ്ഥിരീകരിക്കുന്നത്.